ഹലോ. ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ലോങ് വീഡിയോ ഇടുന്നത് ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചോറും മീൻകറിയായിരുന്നു. അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പഠിക്കാനും ഒതുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അംഗൻവാടിയിൽ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ അവൻ അംഗൻവാടിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് പഠിക്കാനൊക്കെ പറ്റുക, അല്ലെങ്കിൽ അവൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇനി ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് പോയി വിളിക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു തീർക്കുക എന്നത് മാത്രമായിരുന്നു ഇന്നത്തെ ലക്ഷ്യം. അപ്പം അങ്ങനെ ടേബിളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയൊക്കെ വച്ചു. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് റിംഗ് ലൈറ്റ് ഓണാക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ റിംഗ് ലൈറ്റ് എടുത്ത് ഓണാക്കാൻ നോക്കിയാലും അതിൻ്റെ ലെങ്ത് ഇല്ലേ, ആ കേബിളിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ട് എപ്പോഴും അത് താഴത്ത് വീഴും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കേൾക്കുക, നോട്ട്സ് എഴുതുക, ആവശ്യമുള്ള നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓൺലൈനായിട്ടാണ് കേട്ടോ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ള നോട്ട്സ് എല്ലാം PDF ആക്കി വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രിൻ്റായിട്ട് കിട്ടും. അപ്പോൾ പ്രിൻ്റ് എടുക്കാനായിട്ട് ഞാൻ ഇച്ചാനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്ക് എനിക്ക് പ്രിൻ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വല്ലാത്തൊരു വിശപ്പ് വന്നു. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഓടിപ്പോയി ഞാൻ ചപ്പാത്തിയും മീൻകറിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മീൻ വറ്റി അങ്ങ് നിലം പറ്റുന്നത് വരെ ഇരിക്കാതെ പോയി ഓഫ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി വറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ മീൻകറി വയ്ക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും, അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ വെച്ച മീൻകറിയുടെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചപ്പാത്തി മീൻകറിയും കൂട്ടി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് വരുന്ന 2 പാഴ്സൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ 2 കവർ നിറയെ എനിക്ക് സാധനങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഈ കവർ നിറയെ എന്താണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഫസ്റ്റത്തെ കവറിലുണ്ടായിരുന്നത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് നല്ല യൂണിബിക്കിൻ്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റായിരുന്നു. പിന്നെ അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ മിക്കവാറുള്ള ആൾക്കാർ പറയാറുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റൊന്നുമില്ല അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല പഴുത്തത് നോക്കി മേടിച്ച് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള സാധനമാണ്. പിന്നെ അടുത്ത കവറിനകത്ത് ഫുള്ള് പ്ലം ആയിരുന്നു. പ്ലം ഏകദേശം 3/4 നല്ല പഴുത്ത പ്ലം ആയിരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. തൊട്ടപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പിതുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റിലെ തന്നെ ഞാൻ ഒരു 3 പ്ലം എടുത്തു, കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബിസ്ക്കറ്റ് കഴിക്കാം. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അങ്ങനെ 2 ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചു. അപ്പോൾ 2 ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പിന്നെ എന്നെ പ്ലം നോക്കിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ പ്ലം കഴിക്കാതെ എങ്ങനെ വിടുക? അപ്പം അങ്ങനെ ആദ്യത്തെ പ്ലം എടുത്തു. ഇത് നല്ല പഴുത്ത പ്ലം ആയിരുന്നു. അടിച്ചപ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്ത് ചാടി. അടിപൊളി നല്ല മധുരമുള്ള പ്ലം ആയിരുന്നു. ചെറിയ പുളിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള പ്ലം ആയിരുന്നു. അങ്ങനെ 3 പ്ലമ്മും കഴിച്ച് ഞാൻ എൻ്റെ കാര്യപരിപാടികളിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഇതിനിടയിലാണ് എന്നോട് പറയുന്നത് ചോറ് വേണ്ട, ചപ്പാത്തി മതിയെന്ന്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയ്യോ കുറച്ചുകൂടി ടൈം പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പുട്ടുണ്ടാക്കി. അപ്പോൾ പുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് വിതറുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പുട്ട് ഈ അരിമാവൊക്കെ വെച്ച് പുട്ട് കുഴക്കത്തില്ലേ, അപ്പം അത്രയൊന്നും ടൈം വേണ്ട. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഓട്സ് പുട്ട് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് പുട്ട് കുറ്റിയിൽ ഉള്ളിലോട്ട് വച്ചിട്ട് ഞാൻ പുട്ട് വെക്കാനായിട്ട് ഉണ്ടായത്. ഈ പുട്ട് റെഡിയാവുന്ന ടൈം കൊണ്ട് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അവസാനം പുട്ട് കരിഞ്ഞു പോകും. അപ്പം അങ്ങനെ കരിഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ജോലി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ലബൂബുവിനെ കാണാറുണ്ട്. അപ്പോൾ ലബൂബിനെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്ത് ലബൂബുവിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റെൻസിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്.
ലബൂബുവിനെ റെഡിയാക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ലബുവിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ ഇതൊക്കെയാണ്. അങ്ങനെ അതിൻ്റെ ബോഡി പാർട്ടെല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുത്തു. അങ്ങനെ ചെവിയും കൈയുമാണ് കേട്ടോ ഞാനിപ്പോൾ വെട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ലബുവിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ലബുബു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പല്ല് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും അതിൻ്റെ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ചിരിക്കുന്ന ലബുബുവിനെ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഈ ചിരിക്കുന്ന ലബൂബുവിനെയാണ് എനിക്കിഷ്ടമെങ്കിൽ പല്ലിങ്ങനെ ഇരിക്കുന്ന ലബൂബുവിനെ എനിക്കിഷ്ടമല്ല. എന്തായാലും ലബൂബു എന്ന് പറയുമ്പോഴത്തേക്ക് പല്ലിങ്ങനെയുള്ള ലബൂബുവേ ഉള്ളൂ. അപ്പം എന്തായാലും ലബൂബുവിനെ ഉണ്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.